സ്ത്രീകളുമായിട്ട് പ്രേമബന്ധങ്ങൾ ഉണ്ടാവുന്നതൊന്നും വലിയ കുറ്റമല്ല. അതിപ്പോ കുടുംബം കുട്ടികളുള്ള ആൾക്കാരാണെങ്കിലും കുറ്റമല്ല. മറ്റൊരാളുടെ ഭാര്യയ്ക്ക് കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കുന്നതും കുറ്റമല്ല. മിടുക്കനായ ഗണേഷ് കുമാർ ഭരിച്ചിരുന്ന സമയത്താണ് ഈ 4 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അസ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ശാസ്ത്രീയമായിട്ട് ഈ 2 ബസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് ഒരു ബസ്സിൽ അടിക്കുന്ന ആ ടയറിൽ അടിക്കുന്ന കാറ്റല്ല മറ്റേ ബസ്സിൽ അടിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് വില വ്യത്യാസം എന്ന് പോലും ഇവര് പറഞ്ഞേക്കാം എന്നാണ് വരെ പറയുന്നത്. CPM-ന്റെ മന്ത്രിസഭയിലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മന്ത്രിയാണ് എന്ന് പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരാളാണല്ലോ KB ഗണേഷ് കുമാർ. പേര് കേൾപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം KSRTC ഏറ്റെടുത്തതിന് ശേഷം വലിയ ചില മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായി. KSRTC-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ട് ശമ്പളം കിട്ടി തുടങ്ങി. അതൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു നല്ല മന്ത്രിയാണ് എന്ന പേര് കേൾപ്പിച്ചിരുന്നു. പിന്നെ ഒരു വണ്ടിപ്രാന്തനും കൂടിയാണല്ലോ. അപ്പൊ ഈ വണ്ടിപ്രാന്തൻ ഭരിച്ചിരുന്ന സമയത്ത് വന്ന ഒരു അഴിമതിയുടെ കണക്കാണ് സത്യത്തിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ട ഈ വാർത്തയിൽ പറയുന്നത് ടാറ്റ കമ്പനിയിൽ നിന്നും 181 ബസ്സുകൾ വാങ്ങിയതിൽ 4 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്? അതായത് ഒരേ കമ്പനിയുടെ ഒരേ മോഡലിന്റെ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ചിലത് 29 ലക്ഷത്തി ചില്ലാനം രൂപയ്ക്കും ചിലത് 27 ലക്ഷത്തി ചില്ലാനം രൂപയ്ക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ക്ലിയർ അല്ല. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു സാധനത്തിന് 10 വില വരാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. പിന്നെ 181 ബസ്സുകളൊക്കെ ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ഒരു 30 ലക്ഷം രൂപയാണ് ഒരു ബസ്സിനെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും വില കുറച്ചിട്ടായിരിക്കും അധികം വാങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെ? അതിപ്പോ ബസ് വിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരു കൊട വിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു കൊട ആയിട്ട് വാങ്ങുന്ന ആൾക്കാർ, അതായത് റീറ്റെയിലിൽ കൊടുക്കുന്ന റേറ്റ് ആയിരിക്കും ഒരു 50 അല്ലെങ്കിൽ ഒരു 500 ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയാലും വില കുറച്ച് മാത്രം ബസ്സുകൾ വാങ്ങേണ്ടടുത്ത് ചില ബസ്സുകൾ 29 ലക്ഷത്തിനും ചില ബസ്സുകൾ 27 ലക്ഷത്തിനും വാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കി വായിക്കാം. ഒരേ ദിവസം പല വില. ടാറ്റ കമ്പനിയുടെ 181 ബസ്സുകൾ വാങ്ങിയതിലൂടെയാണ് വലിയ രീതിയിലുള്ള തുകയുടെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ വ്യത്യസ്ത വിലകളിലാണ് KSRTC വാങ്ങിക്കൂട്ടിയത്. കണക്കുകളിലെ തട്ടിപ്പ്. ഉദാഹരണത്തിന് 2025 നവംബർ 21 ഒരേ ഡീലറിൽ നിന്ന് 29,82,015 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങിയ ദിവസം തന്നെ അതേ മോഡലിലുള്ള മറ്റ് 5 ബസ്സുകൾ ഏകദേശം 2,07,422 രൂപയോളം വിലക്കുറവിൽ 27,74,593 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. തുടർച്ചയായ ക്രമക്കേടുകൾ. നവംബറിലും ഡിസംബറിലും ഇതേ രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഏതാനും ബസ്സുകൾ വാങ്ങിയ ശേഷം ഭൂരിഭാഗം വരുന്ന മറ്റ് ബസ്സുകൾ ലക്ഷക്കണക്കിന് രൂപ അധികം നൽകി വാങ്ങിയതായാണ് മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഡിസംബർ 13-നും ഇത്തരത്തിൽ ബസ്സുകൾ 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനുമായി വാങ്ങിയിട്ടുണ്ട്. ഒരേ മോഡൽ വണ്ടികൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിലൂടെ വൻ തുകയുടെ ക്രമക്കേടാണ് പർച്ചേസ് വകുപ്പിൽ നടന്നിരിക്കുന്നത്. വൻ അഴിമതി നടന്നിട്ടും ഇതുവരെ വകുപ്പ് തല അന്വേഷണമോ ഓഡിറ്റോ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിടുക്കനായ ഗണേഷ് കുമാർ ഭരിച്ചിരുന്ന സമയത്താണ് ഈ 4 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അസ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു വകുപ്പിലൊക്കെ വർഷാവർഷം മിനിമം ഓഡിറ്റ് ഒക്കെ ചെയ്യേണ്ടതാണ്. അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വാങ്ങി എന്നതിന് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിശദീകരണവും ലഭിച്ചിട്ടില്ല. മുൻപ് ഇതുപോലെയുള്ള അഴിമതി കേസുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ KB ഗണേഷ് കുമാർ പറയുന്നത് ഇതെന്നെ വ്യക്തിപരമായിട്ട് തകർക്കാനായിട്ട് ഇവർ കൊണ്ടുവരുന്നതാണ് എന്നാണ്. ഇപ്പൊ വ്യക്തിപരമായിട്ട് KB ഗണേഷ് കുമാറിനെ തകർക്കാനൊന്നുമില്ല. കാരണം ഞാൻ ന്യൂസ് ഫോളോ ചെയ്യുന്നിടത്തോളം എന്റെ ഒരു അറിവ് വെച്ചിട്ട് KB ഗണേഷ് കുമാർ ഓൾറെഡി തളർന്നു കഴിഞ്ഞു. അതായത് ഒന്ന് തിരഞ്ഞെടുപ്പിൽ തോറ്റത് മാത്രമല്ല, മറിച്ച് വ്യക്തിപരമായി പേഴ്സണലി ഉള്ള കുറെ കാര്യങ്ങൾ കൊണ്ടും കുറെ സ്ത്രീ വിഷയങ്ങൾ കൊണ്ടും ഒക്കെ നാട്ടുകാരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് മാക്സിമം ഡാമേജ് ആയി കഴിഞ്ഞു. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് പല പല സ്ത്രീകളുമായിട്ട് പ്രേമബന്ധങ്ങൾ ഉണ്ടാവുന്നതൊന്നും വലിയ കുറ്റമല്ല. അതിപ്പോ കുടുംബം കുട്ടികളുള്ള ആൾക്കാരാണെങ്കിലും കുറ്റമല്ല. മറ്റൊരാളുടെ ഭാര്യയ്ക്ക് കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കുന്നതും കുറ്റമല്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊന്നും കുറ്റമല്ല. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഡാമേജ് ആയി കഴിഞ്ഞു. ആ ഡാമേജിന് പുറത്താണ് ഇപ്പോൾ ഈ ഒരു സംഗതി വന്നിരിക്കുന്നത്. നമുക്കറിയാം CPM ഇതുപോലുള്ള ഏത് അഴിമതി വാർത്ത കൊണ്ടെന്നാലും വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കാറുണ്ട്, അല്ലെ? ഞാൻ വളരെ കൗതുകത്തോടുകൂടി ANOട് ചോദിച്ചു, ഇപ്പൊ CPM ഇതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ തന്നെ എന്തൊക്കെയായിരിക്കും പറയാ? ഫണ്ണി ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചു. വേറെ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. ഏതെന്ന റിസൾട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചുപോയി. അപ്പൊ ഏതെന്ന റിസൾട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാവേ. എല്ലാം KPCC IT സെല്ലിന്റെ ഫോട്ടോഷോപ്പ്. മാതൃഭൂമി കാണിച്ച ആ പർച്ചേസ് ലിസ്റ്റും രേഖകളും വ്യാജമാണ്. കോൺഗ്രസ് IT സെല്ലിലെ ചില വിരുദ്ധന്മാർ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയ എക്സൽ ഷീറ്റ് ആണിത്. കണ്ടോ, ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവര് ക്യാപ്സൂളുകൾ ഉണ്ടാക്കും എന്നുള്ളത് AIക്ക് പോലും അറിയാം. കാരണം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. ഇനിയിപ്പം ഇത് മാതൃഭൂമിയുടെ ഒഫീഷ്യൽ ന്യൂസിൽ വന്നതാണല്ലോ സഖാവെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത്രേ അതൊക്കെ ഫോട്ടോഷോപ്പിൽ UDFകാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അവർ ഇതും ഇതിലപ്പുറവും ചെയ്യുന്നുള്ളത്. ഇനി രണ്ടാമത്തെ വായിക്കട്ടെ. വില കൂടിയ ബസ്സിന് ഇരട്ടി മൈലേജ് ഉണ്ട്. ദ സയന്റിഫിക് ക്യാപ്സൂൾ. ഒരേ ദിവസം വാങ്ങിയതാണെങ്കിലും 29 ലക്ഷത്തിന്റെ ബസ്സിന്റെ ഉള്ളിലെ എഞ്ചിനും 27 ലക്ഷത്തിന്റെ ബസ്സിന്റെ എഞ്ചിനും വ്യത്യാസമുണ്ട്. വില കൂടിയ ബസ്സിന് കുറച്ചുകൂടി പ്രീമിയം ലുക്കും സൈഡിൽ കൂടുതൽ തിളക്കമുള്ള പെയിന്റും ഇരട്ടി മൈലേജും ഉണ്ട്. ഇനി കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയുന്നത്? ശാസ്ത്രീയമായിട്ട് ഈ 2 ബസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇനി അടുത്തത് വായിക്കാം.
പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക തീർത്തതാ. ഈ 4 കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അഴിമതിയല്ല. 2011-2016 കാലത്ത് UDF സർക്കാർ KSRTCക്ക് വരുത്തി വെച്ച ബാധ്യതയും പലിശയും ടാറ്റ കമ്പനിക്ക് കൊടുത്തു തീർത്തതാണ് എന്ന് പറയും അത്രേ. ഇനി ഇത് ഗണേഷ് കുമാറിന്റെ കാലത്തല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ പറയും ചരിത്രം പഠിക്കണമെന്ന്. എങ്ങനെയുണ്ട്? ഇനി ബാക്കി ചോദിച്ചാൽ പറയും അത്രേ LDF സർക്കാർ നല്ല രീതിയിൽ ഭരിച്ചതുകൊണ്ട്, KP ഗണേഷ് കുമാർ വിയർപ്പൊഴുക്കി KSRTCനെ കരകയറ്റിയതുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നതാണ് ഇതൊക്കെ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അവസാനമായിട്ട് പറയാൻ പോകുന്നത് എന്താണ്? KP ഗണേഷ് കുമാർ LDFന്റെ ഭാഗമല്ല, ഘടകകക്ഷിയാണ്, CPM കാരനല്ല എന്നതാണ് അത്രേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ AIക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു. ഇവരുടെ ഒരു ക്യാപ്സൂളിന്റെ നിലവാരം, അതായത് ഒരു ബസ്സിൽ അടിക്കുന്ന ആ ടയറിൽ അടിക്കുന്ന കാറ്റല്ല മറ്റേ ബസ്സിൽ അടിക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ് വില വ്യത്യാസം എന്ന് പോലും ഇവര് പറഞ്ഞേക്കാം എന്നാണ് AI വരെ പറയുന്നത്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ക്യൂരിയസ് ആണ്, എന്തായിരിക്കും ഈ കാര്യത്തിൽ അവർ കൊണ്ടുവരുന്ന ക്യാപ്സൂൾ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം വെച്ച് നോക്കിയിട്ട് എന്തൊക്കെ ക്യാപ്സൂളുകളായിരിക്കും ഇവർ പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാമോ? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.